നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2026 തങ്ങളുടെ ആദ്യ മത്സരത്തിന് FC ബാഴ്സലോണ നാളെ ഇറങ്ങുകയാണ്. എതിരാളികൾ നഗരവൈരികളായ എസ്പാനിയോളാണ്. നാളെ രാത്രി ഇന്ത്യൻ സമയം 1:30 എന്ന് പറഞ്ഞാൽ സാങ്കേതികമായിട്ട് നമുക്ക് ഇന്ത്യൻ സമയം ഞായറാഴ്ച പുലർച്ചെ 1:30 എസ്പാനിയോളിൻ്റെ മൈതാനത്താണ് ആ കളി നടക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് കോച്ച് ഹൻസി ഫ്ലിക്ക് ഇന്ന് മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തോട് ബാഴ്സയുടെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലെ സൈനിങ്ങിനെ കുറിച്ച് ചോദിക്കേണ്ടായി. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു പൊസിഷനിലേക്ക് ആളെ വേണം, അത് വളരെ വ്യക്തമാണ്. അദ്ദേഹം പറയുന്ന വാക്കുകളിലേക്ക് പോകാം. അദ്ദേഹം പറയുന്നു, ഞാൻ ഡിഫെൻസീവ് ലൈൻ നോക്കുമ്പോൾ വൺ മോർ പ്ലെയറെ നമുക്കവിടെ ആവശ്യമാണ് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. കാരണം സെൻസിബിളായിട്ടുള്ള ഒരു നീക്കം നടത്താൻ പറ്റുമോ? ജനുവരിയിൽ അതത്ര ഈസി അല്ല എന്ന് എനിക്കറിയാം. നോക്കുക, സെൻറ്റർ ബാക്ക്, ഫുൾ ബാക്സ്, അപ്പോൾ ഞങ്ങൾക്കുള്ള താരങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും റീഇൻഫോഴ്സ്മെൻ്റ് ആവശ്യമാണ്. പക്ഷേ വിൻ്റർ മാർക്കറ്റിൽ നമുക്ക് ആവശ്യമുള്ള ലെവലിലുള്ള താരങ്ങളെ ലഭിക്കുന്നത് എളുപ്പമല്ല. എന്തായാലും ഐ ഹോപ്പ് വി ക്യാൻ ഡു സംതിങ്, ബട്ട് ഇറ്റ് ഹാസ് ടു മേക്ക് സെൻസ് എന്നാണ് ഇപ്പോൾ ഹൻസി ഫ്ലിക്ക് പറഞ്ഞിരിക്കുന്നത്. അതേസമയം നമുക്കറിയാം, ഡിഫൻഡറായിട്ടുള്ള റൊണാൾഡോ റൗഹോ, അദ്ദേഹത്തിന് മാനസികമായിട്ടുള്ള ആരോഗ്യം വിഷയമായതുകൊണ്ട് ബ്രേക്ക് എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിനെ കുറിച്ച് ചോദ്യമുണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ച് കോച്ച് പറഞ്ഞത്, തീർച്ചയായിട്ടും അറൗഹോ ഈസ് ഫൈൻ, പക്ഷേ 100% ആണെന്ന് ഞാൻ പറയില്ല. എന്നാൽ എപ്പോൾ കളിക്കണം എന്നുള്ളത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. തീർച്ചയായിട്ടും ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് അദ്ദേഹത്തിന് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ അദ്ദേഹത്തിന് ആവശ്യമുള്ള സമയം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്നുകൂടി കോച്ച് പറയുന്നു. ഏതായാലും എന്ത് സംഭവിക്കുമെന്ന കാര്യം കാത്തിരുന്ന് കാണണം റൊണാൾഡോ റൗഹോയുടെ കാര്യത്തിൽ. പിന്നെ സൈനിങ്, ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.